ഇതൊക്കെ ആരെ കാണിക്കാനാണ് നിന്റെ വിചാരം? ഏത്? പുറത്തിരുന്ന് ആവി പിടിക്കുക, എന്നിട്ട് ഇവിടെ ഈ ജനലിന്റെ ചോട്ടിലിരുന്ന് രാത്രിയിൽ എടുക്കാൻ പോകുന്ന ലോഡിനെ പറ്റി ഉറക്കെ പറയുക. ഇതൊക്കെ എന്തിനാ? ഞാൻ കേൾക്കാൻ. എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, അതാ അവിടുത്തെ ഉദ്ദേശം. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ നോക്കിയേ, ഒരു വിഷമം തോന്നില്ല. പുറത്ത് മഞ്ഞ് വീണാ ജലദോഷം വരുന്ന ആളാണെന്നറിയാം. പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് രാത്രി ലോറി എടുത്ത് കാട്ടിലേക്ക് പോയത്? എന്നെ തോപ്പിക്കാൻ. കാണുന്നവര് പറയുമല്ലോ, ആ ശങ്കരൻ നായർ പാവം, കൃഷ്ണൻ ഉണ്ണി ദുഷ്ടൻ. പറഞ്ഞോടി, എനിക്കതുകൊണ്ടൊരു വിഷമമില്ലെന്ന്. അല്ല, രാഘവമ്പാലം കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഞാൻ പറഞ്ഞിട്ടാണോ? പറയാനുള്ളത് എന്ത് ഞാൻ മൂത്തോയെ പറയും, അന്നും അത്രേ നടന്നിട്ടു. പിന്നെ വാശിയാണെങ്കിൽ ഞാനും വാശിയുള്ളവനാ, അത് മാറ്റാൻ ഈ പണി കൊണ്ടൊന്നും പറ്റുകയല്ല. അസുഖമാണ്, അധ്വാനം കൂടുതലാണ്, അതെല്ലാം എന്റെ കടം തീർക്കാനാണ്. ആയിക്കോട്ടെ, ഇങ്ങോട്ടില്ലാത്ത കടപ്പാടൊന്നും എനിക്ക് അങ്ങോട്ടും ഇല്ല. എടി, നീ എന്തെങ്കിലും വാ തുറന്ന് പറ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ആ, മോന് ട്രിപ്പിൾ എടുക്കാൻ കുഞ്ഞമ്മയും കുട്ടി ആശുപത്രി പോയാൽ എന്താന്ന്. വിശക്കനുണ്ടല്ലേ? മോക്ക് വിശക്കനുണ്ടാ? എന്നോടാണോ? ആ, ഇല്ല. മുഖം കണ്ടാ തോന്നും വിശക്കനുണ്ടെന്ന്. എനിക്ക് കാലത്തെ ഭക്ഷണം ഒരു സുഖമില്ല, വല്ലാത്ത പരവശം. ഇവിടെ നല്ല മസാല ദോശ കിട്ടും. മോന് മസാല ദോശ വേണടാ. അവന് വേണമെന്ന്. കുഞ്ഞമ്മയൊന്നും മിണ്ടാതെ വന്നേ. മോനെ ട്രിപ്പിൾ എടുക്കാൻ കൊണ്ടുവന്നതാ. ആരാ ആശുപത്രിയില്? അമ്മ കാലേറ്റിയൊന്ന് വീണു, ഫ്രാക്ചർ ഉണ്ട്. അയ്യോ, എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. ഏത് മുറിയില്ല? മോളിലാ. ഞാനും വരാം. കുഞ്ഞമ്മ മോനെ ഒന്ന് പിടിച്ചേ. വരൂ. വേണ്ട വേണ്ട, എണീക്കണ്ട. ഞാൻ മോനെ ട്രിപ്പിൾ എടുക്കാൻ വന്നപ്പോഴാ ശിവനെ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, മേലാകെ വേദനയാ. കുറെ നാളത്തേക്ക് മേലണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. രമേത് അറിഞ്ഞ ഓടിയെത്തും. അവൾ എപ്പോഴും പറയും അമ്മയുടെ കാര്യം. അവള് വരില്ല. അവളെ ഞാൻ അത്ര വെറുപ്പിച്ചിട്ടുണ്ട്. അതൊന്നും സാരമില്ല. രമ ഇപ്പോഴും കുട്ടികളെ പോലെയാ. പറയുന്ന സമയത്തേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. ശിവനോട് ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാ? പോയി രമയെ വിളിച്ചോണ്ട് വാ. ഞാൻ പറഞ്ഞതാ അവനോട്, കേക്കണ്ടേ? അത് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എടുത്തി. എന്നോട് ചോദിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാൻ ചെന്നാൽ അവൾ വിചാരിക്കും അവള് ജയിച്ചു എന്ന്. അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വന്നോട്ടെ, എനിക്ക് വേറെ വിരോധമൊന്നുമില്ല. എന്നോട് മിണ്ടാൻ രമയ്ക്കും വിഷമമുണ്ടോ? പേടിക്കണ്ട. ഇവിടെ ആവുമ്പോ അച്ഛനും ചേട്ടനും ഒന്നും കാണില്ല. അച്ഛന്റെയും ചേട്ടന്റെയും സ്വഭാവത്തിന്റെ ഒരു അംശം രമയുടെ സ്വഭാവത്തിലുണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഏടത്തി ഞാൻ അങ്ങോട്ട് വരികയോ ഏടത്തിയോട് സംസാരിക്കുകയോ ചെയ്താ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ടാ. മോനെ ഒന്ന് കാണാൻ എത്ര പ്രാവശ്യം ഞാൻ ആ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെന്നോ? അതല്ല ഞാൻ പറഞ്ഞത്. നീ ശിവന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? നീ വന്ന വിവരം അറിഞ്ഞപ്പോ ആദ്യം തമാശയായിരിക്കും എന്നാ കരുതിയത്. പിന്നെ തോന്നി സൗന്ദര്യപ്പണക്കാണെന്ന്. ഇപ്പൊ കുറെ നാളായില്ലേ രമേ? എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതൊന്നും ഏടത്തിക്കറിയില്ല. ഇല്ല, പക്ഷെ ഒന്നറിയാം, കൂടുതൽ അബദ്ധത്തിലേക്കാണ് ഈ പോക്കെന്ന്. നിന്റെ ഇഷ്ടത്തിന് നീ തന്നെ തെരഞ്ഞെടുത്ത ആളാണ് ശിവൻ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളല്ലാതെ മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ സ്ഥാനത്ത് ഏടത്തിയായിരുന്നെങ്കിൽ ഇതിനു മുൻപ് അവിടുന്ന് പോന്നേനെ. ആ തള്ള അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവര് പറയുന്നൊക്കെ ശിവൻചേട്ടന് വേദവാക്യ. എന്റെ വാക്കിന് അവിടെ ഒരു വിലയില്ല. ശിവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയത് ആ സ്ത്രീയാണ്. അവന്റെ മേൽ നിനക്കുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ആ അമ്മയ്ക്കുണ്ട്. എന്നുവെച്ച് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തം മകനിലുള്ള സ്വാതന്ത്ര്യം പെട്ടെന്നൊരു ദിവസം മറ്റൊരു പെൺകുട്ടിക്ക് മുമ്പിൽ നഷ്ടപ്പെടുമ്പോൾ ചില അമ്മമാർക്ക് അങ്ങനെ തോന്നും. അതൊക്കെ കണ്ടില്ലെന്ന് വെക്കുകയാണ് വേണ്ടത്. ആ അമ്മ ഇനി എത്ര കാലം ഉണ്ടാവും? നാളെ ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങൾ മാത്രമല്ലേ? ഞാനിന്നലെ ശിവനെ കണ്ടിരുന്നു. എവിടെ വെച്ച്? ആശുപത്രിയിൽ വെച്ച്. ആ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ കുറെ നാളത്തേക്കെങ്കിലും അവർക്ക് നടക്കാൻ കഴിയില്ല. എന്നെ വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. പക്ഷേ അത് നിന്നെ രക്ഷിക്കാനും കൂടിയാണ്. ഇതുപോലൊരവസരം നിനക്കിനി കിട്ടില്ല രമേ.
ഒരു മരുമകളുടെ ആവശ്യം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത്ര ആവശ്യമുണ്ടെങ്കിൽ ശിവൻ ചേട്ടൻ വരട്ടെ എന്നെ വിളിക്കാൻ. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. സ്വന്തം വീട്ടിൽ അവൾ എന്നും ഒരു ഭാരമായിരിക്കും, നീ അടക്കം. സ്നേഹമുള്ളതുകൊണ്ട് മറ്റുള്ളവരാരും അത് പറയില്ലെന്ന് മാത്രം. ആരും വിളിക്കാതെ തന്നെ നീ തിരിച്ചു ചെല്ലണം. അവർക്കൊരാപത്ത് വരുമ്പോൾ നീ മാത്രമേ ഉണ്ടാവൂന്ന് അവർ മനസ്സിലാക്കണം. നോക്ക്, നിനക്ക് നല്ലത് വരണമെന്ന് ആശ കൊണ്ടാ ഏട്ടത്തി ഇങ്ങനെ നിർബന്ധിക്കുന്നത്. രമേ, വേണ്ടെന്ന് വെക്കാൻ എളുപ്പമാണ്. പക്ഷേ കൈവിട്ടു പോകുന്ന ഒന്നും പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അയ്യോ എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ. ഗുരുവായൂരപ്പ, അയ്യോ അയ്യോ എനിക്ക് വയറ് കഴിച്ചിട്ട് അയ്യോ അയ്യോ എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ. അയ്യോ എന്റെ ഗുരുവായൂരപ്പ, കുഞ്ഞമ്മ കരയാതിരിക്കും. അയ്യോ എന്റെ മോളെ എനിക്ക് വയറ് കഴിച്ചിട്ട് വയ്യേ. എടി ദഹനക്കേടാ, ഇഞ്ചി വേണേ ചേച്ചി വായോട്ട് കൊടുക്കുക. ഇഞ്ചി വേണോ? ഇഞ്ചി വേണ്ട, എനിക്ക് സാധാരണ വരാനുള്ളതാ. അയ്യോ അയ്യോ, നിങ്ങളത് പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരികേ. ഒരു ഡോക്ടറെ ഡോക്ടറുടെ ആവശ്യമില്ലെന്ന്. ഇത് കണ്ടില്ലേ, വേഗം വിളിച്ചോണ്ട് വാ. അയ്യോ എന്റെ മോളെ, എന്റെ മോളെ. ഡോക്ടർ വന്നാ അയ്യോ അയ്യോ അയ്യോ, എന്റെ ഗുരുവായൂരപ്പ. എന്താ ഡോക്ടർ? അമ്മയാണോ? അമ്മയല്ല, കുഞ്ഞമ്മയാ. വേലക്കാരിയാ, പേരാ കുഞ്ഞമ്മ. ഒറ്റ നോട്ടത്തിലൊന്നും കാണുന്നില്ല. എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നി. ആ, ഇപ്പോഴത്തെ കാലമല്ലേ, എന്തും എന്തിന്റെ ലക്ഷണങ്ങളാകാം. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. ആ, ഞാനൊരു എഴുത്ത് തരാം.